ആറ്റുകാലിൽ ഭക്തജനപ്രവാഹം. നാളെ രാവിലെ 10:15 ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ദേവിക്ക് പൊങ്കാലയിടാനായി വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി ഭക്തരാണ് ആറ്റുകാലിലേക്ക് എത്തുന്നത്. അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ അന്നദാനം നടത്തി. ആറ്റുകാലിൽ നിന്ന് എസ് ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് നിവേദ്യ ചടങ്ങുകൾക്കൊക്കെ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ. ക്ഷേത്ര പരിസരം, ആറ്റുകാൽ നഗരം മുഴുവനുമായി ഭക്തരാൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദിവസങ്ങൾക്ക് മുൻപേ ഇവിടെ എത്തി പൊങ്കാല അടുപ്പുകളും പൊങ്കാല കലങ്ങളും ഒക്കെ വാങ്ങി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇന്നാണോ പൊങ്കാല എന്ന് പോലും തോന്നിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് ആറ്റുകാൽ നഗരം മാറിയിരിക്കുന്ന ഒരു കാഴ്ച. കാരണം പൊങ്കാലയ്ക്ക് തൊട്ടു മുൻപിലുള്ള മണിക്കൂറുകളിൽ പൊങ്കാല കലങ്ങൾ നിറഞ്ഞിരിക്കുന്നത് പോലെയാണ് ക്ഷേത്ര പരിസരം ആകമാനം ഇങ്ങനെ പൊങ്കാലക്കലങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപേ തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഇവൻ ഡൽഹിയിൽ നിന്നടക്കം എത്തി ഇവിടെ പൊങ്കാല അടുപ്പുകൾ പിടിച്ച് പൊങ്കാല കലങ്ങളൊക്കെ നിരത്തി കാത്തിരിക്കുന്ന അമ്മമാരെയും സ്ത്രീ ഭക്തജനങ്ങളെയും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ഒരു പുണ്യക്ഷേത്രത്തിൽ ആറ്റുകാലമ്മയുടെ തിരുവുത്സവം കൊടിയേറി കാർത്തിക നാളിൽ കൊടിയേറി അന്നു മുതൽ തുടങ്ങിയ ആ ഒരു തിരക്ക് ഈ ഒരു അവസാന ദിവസങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 10:15 ക്ഷേത്രത്തിൽ പൊങ്കാല അടുപ്പുകളിലേക്ക് അല്ലെങ്കിൽ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്ന ചടങ്ങുകൾ നടക്കാൻ പോകുന്നു. നമുക്കൊപ്പം ചില അമ്മമാരൊക്കെ ചേരുന്നുണ്ട്. ഇവരൊക്കെ ദിവസങ്ങൾക്ക് മുൻപും മണിക്കൂറുകൾക്ക് മുൻപേ ഇവിടെ എത്തി സ്ഥലം പിടിച്ച് പ്രാർത്ഥന ശരണം വിളിയും ഒക്കെ ആയി കാത്തിരിക്കുകയാണ്. അമ്മ എവിടുന്നാ വരുന്നത്? എൻ്റെ വീട് മണ്ണാർക്കാടാണ്, അരിയമ്പാവില്. ഇതെൻ്റെ മലപ്പുറംകാരാണ്, അവരൊക്കെ എൻ്റെ ബന്ധുക്കാരാണ്. എങ്ങനെയുണ്ട്? എത്രാമത്തെ തവണ ഇവിടെ പൊങ്കാല ഇടുന്നത്? ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം. എങ്ങനെയുണ്ട് ഇവിടെ പൊങ്കാല ഇടാൻ വരുന്നത്? പൊങ്കാല ഇടാൻ വരുന്നത് നല്ലൊരു മനസ്സിനൊരു നല്ലൊരു സുഖം. പിന്നെ ഓരോ കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് അമ്മ. അമ്മയ്ക്കൊരു പ്രസാദം നൽകുകയാണ്. ഇവരൊക്കെ മണ്ണാർക്കാട് നിന്ന് വരുന്നതാണ്. ചില അമ്മമാർ കൂടിയുണ്ട്. കാരണം ഇവരൊക്കെ നമ്മൾ വരുമ്പോൾ അങ്ങനെയുണ്ട് ഇത്തവണത്തെ പൊങ്കാല? പൊങ്കാല നല്ല ഇതിൽ പോകുന്നുണ്ട്. ഞാൻ 10 വർഷമായി പൊങ്കാല ഇടൽ ഇറങ്ങിയിട്ട്. എനിക്കിങ്ങനെ പല കാര്യവും മോനൊരു കുട്ടി ഉണ്ടാവാനൊക്കെ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ശരിയായിട്ടുണ്ട്. നല്ലതാണ്. ഞാൻ ഇത്തവണ എന്തൊക്കെയാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത് പ്രസാദമായിട്ട്? ഇത്തവണ അമ്മയ്ക്ക് പായസം മാത്രമേ വെക്കുന്നുള്ളൂ. എപ്പോ എത്തി? ഇന്നലെ രാവിലെ എത്തി. നിലമ്പൂരിൽ നിന്ന് വരികയാണ് അമ്മ. അമ്മ പുലർച്ചെ എത്തി ആക്കി അങ്ങനെ കാത്തിരിക്കുകയാണ്. അവരുടെ ഒപ്പം വന്ന ബന്ധുക്കളൊക്കെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ. ഇവിടെ സരസ്വതി കീർത്തനമൊക്കെ പാടി അമ്മയ്ക്ക് പ്രാർത്ഥന ഒരു സാഹചര്യമാണുള്ളത്. ഒരു പക്ഷേ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെ ക്ഷേത്രവും ക്ഷേത്രവും കടന്നു പോവുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോഴറിയാം. ഇവിടെയൊക്കെ ഒരു പക്ഷേ അമ്മയ്ക്ക് പൊങ്കാല ഇടുമ്പോൾ തിരുമുറ്റത്ത് തന്നെ പൊങ്കാല ഇടണം അമ്മയെ എന്നുള്ള ആഗ്രഹങ്ങളാണ് ഒരു പക്ഷേ പലരും പങ്കുവെക്കുക. അത്തരത്തിൽ ആളുകളൊക്കെ ഇവിടെ പക്ഷേ മറ്റൊരിടത്തും ഹൈന്ദവ സംഗമം നടക്കുന്ന അല്ലെങ്കിൽ ഇത്രയധികം പ്രാധാന്യത്തോടു കൂടി സ്ത്രീകൾ മാത്രം അല്ലെങ്കിൽ സ്ത്രീ ഭക്തജനങ്ങൾ മാത്രം സംഗമിക്കുന്ന ഒരു ഉത്സവം നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അങ്ങനെ കാത്തിരിക്കുക തയ്യാറാക്കി വിശ്രമിക്കുന്ന അമ്മമാരെ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. അമ്മമാരോട് കൂടി ചോദിക്കണം. കാരണം ഇവരൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയണം. തിരുവനന്തപുരത്തുണ്ടായിട്ട് നമുക്ക് പോലും ഇവിടെ അടുപ്പ് പിടിക്കാൻ പറ്റാതെ ഇവരെവിടുന്നാ വന്നതെന്ന് അറിയണല്ലോ. അമ്മ എവിടുന്നാ വരുന്നത്? എറണാകുളം കുമ്പളങ്ങി. ഞങ്ങൾ 3 ദിവസം മുൻപ് വന്ന് സ്ഥലം പിടിച്ചു. ഒരു 20 പേർക്ക് ആദ്യമായിട്ട് കുമ്പളങ്ങി അമ്മയുടെ അടുത്ത് വന്ന് പൊങ്കാല ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം. അതെന്തോ അമ്മയുടെ കാരുണ്യം കൊണ്ട് തന്നെ അത് ചെയ്യാൻ സാധിച്ചു. 20 പേരും അമ്മയ്ക്ക് കൊടുക്കാൻ പോണ പ്രസാദങ്ങൾ നിവേദ്യം പൊങ്കാല പായസം, പിന്നെ മണ്ടപ്പുറ്റ്, പിന്നെ തെരളി. ഇതെല്ലാവരും സന്തോഷമായി. കാണാത്ത അമ്പലവും അങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടുകൂടി വന്ന കാരണം എല്ലാവർക്കും വളരെയധികം സന്തോഷം. ഇത്ര അടുത്ത് തന്നെ അടപ്പ് കിട്ടിയത് കാരണം അതിലേറെ സന്തോഷം. എല്ലാ വർഷവും എല്ലാവരും വരുമല്ലേ? എങ്ങനെയുണ്ട് കുമ്പളങ്ങി ഇവിടുത്തെ എങ്ങോട്ടേക്ക് എങ്ങനെയാ വന്നേ? വണ്ടി എടുത്ത് വന്നു എല്ലാവരും. തൊഴുതോ? ഇല്ല, തൊഴുതിട്ടില്ല. ഇവരൊക്കെ തിരക്ക് കാരണം കയറി തൊഴുതിട്ടില്ല. തൊഴാനായിട്ട് കാത്തിരിക്കും. കേട്ടിട്ടുള്ള കുമ്പളങ്ങി മേഖലയിൽ നിന്ന് എത്തിയ 20-ലധികം പേരാണ് ഒരുമിച്ച് പൊങ്കാലത്തിന്റെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം അമ്മമാരൊക്കെ ദൂരെ നിന്ന് വന്ന് എല്ലാ സാധനങ്ങളും ഉണ്ടോ, ഇനി എന്തെങ്കിലും വാങ്ങാനായി നമുക്കിവിടെ കാണാം. അമ്മ എന്തെങ്കിലും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്? എല്ലാം കൊണ്ടുവന്നു. ഇപ്പൊ പൊങ്കാല സമയമായാൽ മതി. സമയമായാൽ മതി. പൊങ്കാല പായസം മറ്റേതുണ്ട്. എന്തെന്നാണ്? മണ്ടപ്പുറ്റ്. അമ്മ എവിടുന്നാ വരുന്നേ?
എറണാകുളം. എങ്ങനെയുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിയിട്ട്? ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് എത്തി. ഇവിടെ ഉണ്ടോ? ഇത്തിരി കഷ്ടപ്പെടണമല്ല, കഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും നടക്കൂല. ചൂടും വളരെ കുറവ്. ഇത് എത്രാമത്തെ പൊങ്കാലയാ? ഇത് ആദ്യത്തേതാ. ആദ്യത്തെ പൊങ്കാല തിരുമുറ്റത്ത് തന്നെ ഇരുന്നു. അത് തന്നെ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ അമ്മ? ഒരു ആഗ്രഹവും ഇല്ല, പിന്നെ എല്ലാം ആഗ്രഹം ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല, ഉണ്ട്. ഉണ്ട്. ചില ആഗ്രഹങ്ങളോടെയും ചില പ്രാർത്ഥനകളോടെയും ഒക്കെയാണ് എറണാകുളത്ത് നിന്ന് വണ്ടി കയറി ഇവിടെ എത്തി സ്ഥലങ്ങളെല്ലാം പിടിച്ച് പൊങ്കാല തയ്യാറാക്കാനിരിക്കുകയാണ്. ഇവിടെ ചൂട്ടും കൊതുമ്പും ഒക്കെയായി ഇവിടെ എത്തി പൊങ്കാല കലങ്ങൾ ഒരുക്കി കഴിഞ്ഞു ഇരിക്കുന്ന അമ്മമാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അമ്മ എങ്ങനെയുണ്ട് പൊങ്കാല? പൊങ്കാല അടിച്ചു പൊളിക്കാം. അടിച്ചു പൊളിക്കണേ. ഞങ്ങൾ ആദ്യമായിട്ട് വന്നേ, എവിടുന്നാ? കുമ്പളങ്ങി. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഞങ്ങളുടെ ആദ്യം? ഞങ്ങൾ ഇതിനു മുമ്പ് ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ടുണ്ട്. വളരെ നല്ലതാണ്, നല്ല സ്വീകരണം. എങ്ങനെയാ പൊങ്കാല എന്തൊക്കെയാ അമ്മയ്ക്ക് പ്രസാദം ചെയ്യുന്നത്? പ്രസാദം ചെയ്യുന്നത് അരി, ശർക്കര, പഴം, കൽക്കണ്ടം, മുന്തിരി, നെയ്യ് ഇവയെല്ലാം ചേർത്ത്. ഞങ്ങളുടെ അടുത്ത ക്ഷേത്രത്തിലുണ്ട് ദേവി, അപ്പം ഞങ്ങളവിടെ പൊങ്കാല ഇടാറുണ്ട്. പക്ഷെ ഇവിടെ ആറ്റുകാലം നമുക്ക് ഞങ്ങൾ ആദ്യമായിട്ട് ഇടാൻ എല്ലാ വർഷവും വരും. വരണം, ദേവി അനുഗ്രഹിച്ചാൽ. ദേവി അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. അവരെല്ലാം എല്ലാ തവണയും ഇനി എത്തും എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇവിടെ എല്ലാ പൊങ്കാല കലങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ വളരെ ചുരുക്കം സമയം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നാളെ രാവിലെയോട് കൂടി ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വിശേഷാൽ പൂജകളും ചടങ്ങുകളും ആരംഭിക്കും. 9:45 ശുദ്ധപുണ്യാഹ ചടങ്ങ്. അതിനുശേഷമാണ് പൊങ്കാലയുടെ പണ്ടാര അടുപ്പിലേക്ക് ക്ഷേത്ര മേൽശാന്തി അഗ്നി പകരാൻ പോകുന്നത്. അതിനുശേഷം പുറത്തെഴുന്നള്ളത്തടക്കമുള്ള ചടങ്ങുകളുണ്ട്. കുത്തിയോട്ട ബാലന്മാരുടെ ചൂരൽക്കുത്ത് വൈകിട്ട് 8:30 നടക്കും. അതിനുശേഷം ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് ചടങ്ങ് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് നടക്കുന്നുണ്ട്.